എല്ലാവർക്കും നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് 13/6/2026 ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:46 വരെ കാർത്തിക നക്ഷത്രം, ശേഷം രോഹിണി നക്ഷത്രം. ഇന്നത്തെയും നാളത്തെയും ദിവസങ്ങളിലെ ഫലമാണ് ഇന്ന് പറയുന്നത്. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്ക് ധനലാഭത്തിനുള്ള യോഗം കാണുന്നു. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റിയ ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും, തീർത്ഥയാത്ര എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇടവൻ രാശിക്കാരായ കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം അര നക്ഷത്രക്കാർക്ക് ഈ 2 ദിവസം അതിഥി സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നു. ഇഷ്ടഭക്ഷണം, ശയനസുഖം, കുടുംബസുഖം, തീർത്ഥയാത്ര എന്നിവ കാണുന്നു. മിഥുനം രാശിക്കാരായ മകീരം അവസാനത്തെ അര, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ധനം വരുമെങ്കിലും ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ദൂരയാത്രകൾ, മനസ്സിന് അസ്വസ്ഥത എന്നിവ ഉണ്ടാകാം. ഇവർക്ക് ഇപ്പോൾ കർക്കിടകം രാശിക്കാരായ പുണർദം അവസാനത്തെ കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നും നാളെയും നല്ല ദിവസങ്ങളാണ്. ഈശ്വരാധീനം കൊണ്ട് കാര്യങ്ങൾ ഒക്കെ ഭംഗിയായി നടക്കും. അഭീഷ്ടസിദ്ധി, കുടുംബസൗഖ്യം, ധനം, തീർത്ഥയാത്ര എന്നിവ പ്രതീക്ഷിക്കാം. ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്രക്കാർക്ക് ഈ 2 ദിവസം നല്ല ദിവസങ്ങളായിരിക്കും. തൊഴിലിൽ പുരോഗതി, കച്ചവടത്തിൽ നിന്നും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ജോലിയിൽ മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസ എന്നിവ കിട്ടും. കന്നി രാശിക്കാരായ ഉത്രം അവസാനത്തെ മുക്കാൽ, അത്തം, ചിത്തിര അര എന്നീ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കൂടുതൽ ഉണ്ടാകും. എങ്കിലും ഈ 2 ദിവസം കാര്യങ്ങൾ ഒക്കെ കുറച്ച് പ്രയാസപ്പെട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടി വരും. അമിതമായ ദേഷ്യം നിയന്ത്രിക്കുക. തുലാം രാശിക്കാരായ ചിത്തിര അവസാനത്തെ അര, ചോതി, വിശാഖം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് അഗ്നിഭയം, ആയുധങ്ങൾ കൊണ്ട് മുറിവ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വൃശ്ചിക രാശിക്കാരായ വിശാഖം അവസാനത്തെ മുക്കാൽ ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ 2 ദിവസങ്ങൾ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രേമകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ കാണുവാനും സമയം ചെലവഴിക്കാനും സാധ്യതയുണ്ട്. കുടുംബസുഖം, ശയനസുഖം, തീർത്ഥയാത്ര എന്നിവ ഉണ്ടാകും. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ മേൽ വിജയം ഉണ്ടാവുന്ന ദിവസങ്ങളാണ്. രോഗശമനം, തടസ്സങ്ങൾ ദൂരീകരിച്ച് കാര്യങ്ങൾ നടക്കുവാൻ കഴിയുന്ന ദിവസങ്ങൾ ആണ് ഈ 2 ദിവസം. മകരൻ രാശിക്കാരായ ഉത്രാടം അവസാനത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടം അര എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമയമാണ്. ശനിയും വ്യാഴവും വളരെ അനുകൂല സമയം ആണ്. എങ്കിലും ഈ 2 ദിവസം ചെറിയ പ്രയാസങ്ങൾ, ദുഃഖം എന്നിവ ഉണ്ടാകും. ശ്രദ്ധിക്കുക. കുംഭൻ രാശിക്കാരായ അവിട്ടം അവസാനത്തെ അര, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് ആരോഗ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏഴശ്ശേരി നടക്കുന്ന സമയമാണ്. ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളെതിരി കത്തിച്ച് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. ധനനഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കണം. മീനൻ രാശിക്കാരായ പൂരുട്ടാതി അവസാനത്തെ കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ 2 ദിവസം നല്ല ദിവസങ്ങളാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകാം. ധനലാഭം, വസ്ത്രലാഭം, തീർത്ഥയാത്ര എന്നിവ ഉണ്ടാകാം. എങ്കിലും ഇപ്പോൾ ഏഴരശനി കാലമാണ്. വളരെയധികം ആരോഗ്യം സൂക്ഷിക്കേണ്ട സമയവും കൂടിയാണ്. ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളെതിരി കത്തിച്ച് ശനീശ്വര പ്രീതി നടത്തുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. കൂടുതൽ ഫലങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്